ഹലോ ഗൈസ്, ബഹറിൻ ഡയറീസിൻ്റെ ആദ്യത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അസ്ട്രി ബീച്ചിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ബീച്ച് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എനിക്കൊത്തിരി ഇഷ്ടമാണേ. പക്ഷേ എനിക്ക് രാത്രിയിൽ പോകാനാണ് കൂടുതലും ഇഷ്ടം. ഇങ്ങനെ കടലൊക്കെ കണ്ട് അങ്ങനെ ലൈറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നതും ബിൽഡിങ്ങൊക്കെ നിറയെ വൈദ്യുതി ബൾബ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് കടലിലിറങ്ങണം. കടലിലിറങ്ങി കാലൊക്കെ നനയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, ഈ ഓളങ്ങളൊക്കെ വന്ന് നമ്മളെ തൊട്ട് തലോടി കടന്നു പോകുമ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇതിനെ സംബന്ധിച്ച് തിരക്ക് പിടിച്ച ഡ്യൂട്ടി സമയവും യാത്രയും ഒക്കെയാണല്ലേ. പിന്നെ ജീവിതത്തിൻ്റെ കുറച്ച് നിമിഷങ്ങളാണ് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് പോകാൻ ഏറ്റവും റീച്ചബിളായിട്ടുള്ള ഒരു സ്ഥലമാണ് ബീച്ചെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ ബഹറിൻ തന്നെ ചുറ്റും കടൽ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ഞാൻ ഈ കടലിലൊക്കെ ഈ വൈകുന്നേരം ഒത്തിരി സമയം കടലൊക്കെ നോക്കി അവിടുത്തെ കാറ്റൊക്കെ ഏറ്റിരുന്ന് ഇങ്ങനെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ആക്കി എടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഒരു പാർക്കുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് വളരെ സന്തോഷകരമായിരിക്കും. കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഊഞ്ഞാലാടാനും സീസോയിൽ കളിക്കാനും ഒക്കെ പറ്റും. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും വേണമെങ്കിൽ ഊഞ്ഞാലൊക്കെ ആടാം. ഈ ബീച്ചിനോട് ചേർന്ന് ഇങ്ങനെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തോന്നും. ബഹറിൻ ശരിക്കും ഒരു GCC കൺട്രി ആണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ നാടിനോട് നമുക്ക് സാമ്യമുള്ളതുപോലെ തോന്നും. ഈ ബീച്ചിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര സൈലൻ്റാണ്. ഇങ്ങനെ അധികം ഒരുപാട് ആളുകളൊന്നും കണ്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഡോം പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വിശ്രമിക്കാം, കടൽ നോക്കിയൊക്കെ ഇരിക്കാം. അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞതേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു ഈ യാത്ര. അങ്ങനെ ഞങ്ങൾ രാത്രിയായപ്പോൾ ബീച്ചിനോട് യാത്രയെല്ലാം പറഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.